അപ്പോൾ നമ്മളിവിടെ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. സ്ക്യൂനസ് ആൻഡ് കർട്ടോസിസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. നമ്മൾ ഇതുവരെ കണ്ടത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അതിനുശേഷം നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കണ്ടു. ഓക്കെ, അപ്പോൾ ആവറേജ് വാല്യൂസ് ഒരു സീരീസ് തന്നിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂസ് കണ്ടെത്തുന്നതായിരുന്നു നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ ബേസിക്കലായിട്ട് നോക്കിയത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് കണ്ടത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഈ ആവറേജ് വാല്യൂവിൽ നിന്ന് മെയിൻലി ഫ്രം മീഡിയൻ ഈ മുതലായ ആവറേജ് വാല്യൂസിൽ നിന്ന് ഓരോ ഡിസ്ട്രിബ്യൂഷനും ഓരോ ഐറ്റവും എത്രമാത്രം വിട്ടിട്ടാണ് നിൽക്കുന്നത് എന്നറിയാനായിരുന്നു നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഹിയർ ഇൻ സ്ക്യൂനസ് വി ഷാൽ സ്റ്റഡി ദ ഷേപ്പ് ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇപ്പോൾ ഈ ഫ്രീക്വൻസി തന്നിരിക്കുന്ന ഡാറ്റാസിനെ നമ്മൾ ഒരു ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് എങ്ങനെ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വരുന്ന ഷേപ്പിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ 1 to 10 ആണ് വെക്കുക, ഇവിടെയും 1 to 10 ആണ് നമ്പേഴ്സ് തന്നിരിക്കുന്നത് എന്ന് വെക്കുക. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വെക്കുക. ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസീസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ 1 to 5 അല്ലേ, 1 2 3 4 5 ഇതാണെന്ത് എക്സ്. ഇത് എക്സ് ആണ്, ഇത് ഫ്രീക്വൻസീസ് ആണ്. 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1ൻ്റെ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? 1 ആണ്. 2ൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 2 ആണ്. 3ൻ്റെത് 3 ആണ്. ഓക്കെ, ഏകദേശം എത്ര വരും? അത് കഴിഞ്ഞിട്ട് 4ൻ്റെ എത്രയാണ് വരുന്നത്? 2 ആണ്. 5ൻ്റെത് 1ഉം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അപ്പോൾ ഈ 3ക്കാണ് എന്ത് മാക്സിമം ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനെ സൂചിപ്പിക്കാനാണ് എന്ത് ഇങ്ങനത്തെ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിമെട്രിക് ഫ്രീക്വൻസി ആണെങ്കിൽ, അപ്പോൾ ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, സിമെട്രിക്കിലാണ് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്, അതായത് അതിൻ്റെ സെൻട്രൽ മോസ്റ്റ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇങ്ങോട്ടുള്ള ഫ്രീക്വൻസീസ് ഒരേപോലെയാണ് കുറഞ്ഞു വരുന്നതെങ്കിൽ അതിലെ മീൻ വിൽ ബി ഈക്വൽ ടു മീഡിയൻ ആൻഡ് മോഡ്. അപ്പോൾ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. സിമെട്രിക് ഫ്രീക്വൻസി ആണെങ്കിൽ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത നോക്കാനുള്ളത് സ്ക്യൂനസ് ആണ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ സ്ക്യൂനസ്? ശ്രദ്ധിക്കുക, സ്ക്യൂനസ് ഇസ് ദ എസിമെട്രി ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ എസിമെട്രി, അത് എസിമെട്രിക്കൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്യൂനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ കണ്ടെന്താണ്, ഇവിടെ സിമെട്രിക്കലാണ് ഫ്രീക്വൻസി കിടക്കുന്നതെങ്കിൽ ഇവിടെ അസിമെട്രിക്കലാണ്. ഓക്കെ, ഇവിടെ കുറച്ച് കൂടി വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂഷൻ പോകുമ്പോൾ തീരെ ഒരു മെല്ലെയാണ് കുറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫ്രീക്വൻസി കർവിൻ്റെ സ്ക്യൂനസ് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ കൂടുതലും എന്താണ് നമ്മുടെ ഇടത് ഭാഗത്തേക്കാണ് ഇതിൻ്റെ കർവ് മേലോട്ട് കിടക്കുന്നതെങ്കിൽ
ഇതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇത്തരം ഗ്രാഫിക്കൽ ഇമേജ് ആണെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇറ്റ് ഇസ് നോൺ ആസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഇത് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ, ഇങ്ങോട്ടേക്കാണ് കിടക്കുന്നത്, നമ്മുടെ വലതു ഭാഗത്തേക്കാണ് കൂടുതലായിട്ടും ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നതെങ്കിൽ, ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിട്ട് കിടക്കുന്നത് ഈ ഭാഗത്തേക്കാണ്, ഇവിടെ കുറച്ചേ വരുന്നുള്ളൂ. ശരിക്കും നമ്മൾ ഇടത് ഭാഗത്തേക്കാണ് കൂടുതൽ കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡെൻറ്റ് ഇങ്ങോട്ടേക്കാണ് കൂടുതൽ വരുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യുക, അതിനെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ മാർക്ക് ചെയ്ത് തന്നിരിക്കുന്ന പോർഷൻ നോക്കുക. പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ഈക്വൽ ടു, അതായത് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ കണ്ടതാണെങ്കിൽ മീൻ വിൽ ബി മോർ ദാൻ മീഡിയൻ, മീൻ മീഡിയനെക്കാട്ടിയും കൂടുതലായിരിക്കും. ആൻഡ് മീഡിയൻ വിൽ ബി മോർ ദാൻ മോഡ്, അപ്പോൾ ഏറ്റവും ചെറുത് മോഡായിരിക്കും, അതിനെക്കാട്ടി വലുതായിരിക്കും മീഡിയൻ, അതിനെക്കാട്ടി വലുതായിരിക്കും മീൻ, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ. ഇൻ കേസ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ mean will be less than median and median will be less than mode. In this case mode will be greater, mode ആയിരിക്കും വലിയ സംഖ്യ വരിക, അതിനേക്കാൾ ചെറുതായിരിക്കും മീഡിയൻ, അതിനേക്കാൾ ചെറുതായിരിക്കും മീൻ. ഓക്കെ, നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആണ്. അത്രയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചെറിയ രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് മേ ബി ഐദർ ആബ്സല്യൂട്ട് ഓർ റിലേറ്റീവ്. അപ്പോൾ ആബ്സല്യൂട്ടും റിലേറ്റീവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനൊക്കെ കണ്ടപ്പോൾ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ റേഞ്ചൊക്കെ കാണുന്ന നേരത്ത് നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് കാണുമായിരുന്നു. അപ്പോൾ ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ റേഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ആബ്സല്യൂട്ട് മെഷറാണ്. ഇതിൻ്റെ കോഎഫിഷ്യൻ്റാണ് നമ്മൾ അതിനെ റിലേറ്റീവ് മെഷറായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനെ ആബ്സല്യൂട്ടായിട്ടും റിലേറ്റീവായിട്ടും നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് ശ്രദ്ധിക്കുക, ഈ പോർഷൻ മാർക്ക് ചെയ്യുക. ശരിക്കും ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ്. മീനിൽ നിന്ന് മോഡ് മൈനസ് ചെയ്യുമ്പോഴാണ് യു വിൽ ബി ഗെറ്റിംഗ് ആബ്സല്യൂട്ട് മെഷർ. സോ ഇഫ് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് ദെൻ സ്ക്യൂനെസ് വിൽ ബി പോസിറ്റീവ്. മീന് മോഡിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ സ്ക്യൂനെസ് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഇഫ് മീൻ ഈസ് ലെസ് ദാൻ മോഡ്, മീൻ മോഡിനെക്കാട്ടി ലെസ് ആണെങ്കിൽ ദ സ്ക്യൂനെസ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. അപ്പോൾ സ്ക്യൂനെസ് മെഷർ ചെയ്യുമ്പോൾ ഇഫ് സ്ക്യൂനെസിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ മീൻ മൈനസ് മോഡാണ് നോക്കേണ്ടത്. മീനിൽ നിന്ന് മോഡിനെ മൈനസ് ചെയ്യുക. ഓക്കെ, ഇൻ കേസ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻ കേസ് മീന് മോഡിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ, മീനാണ് മോഡിനെക്കാട്ടിയും കൂടുതലെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇൻ കേസ് മീന്, രണ്ടും മീനാണ്, മീൻ മോഡിനെക്കാട്ടിയും കുറവാണെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണെന്ത്, അതിൻ്റെ ആബ്സല്യൂട്ട് മെഷർ നമ്മൾ കാണുന്നത്. എന്താണ് അതിൻ്റെ ഇത് അല്ലേ, മീൻ മൈനസ് മോഡാണ് വരുന്നത്. ഇനി ഇതിൻ്റെ റിലേറ്റീവ് മെഷർ അല്ലെങ്കിൽ ഇതിൻ്റെ കോഎഫിഷ്യന്റ് നമുക്ക് കാണണം. ഇതിൻ്റെ റിലേറ്റീവ് മെഷർ അല്ലെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യന്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ റിലേറ്റീവ് മെഷർ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. കാൾ പിയേഴ്സൻ്റെ ഉണ്ട്, ബൗളീസിൻ്റെ ഉണ്ട്, കെല്ലീസിൻ്റെ, അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാൾ പിയേഴ്സൻസിന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, സ്ക്യൂനെസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് വിൽ ബി ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ഓർ മറ്റൊരു ഇക്വേഷൻ വരുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈക്വൽ ടു 3 into മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഒന്നുകിൽ
ഈ ഇക്വേഷൻ ഓക്കെ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് മോഡ് തരാണ്ട് ക്വസ്റ്റ്യനിൽ മീഡിയൻ തരികയാണെങ്കിൽ നമുക്ക് ഇതെടുക്കാം. മീഡിയന് പകരം മോഡ് തരാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് കാൾ പിയേഴ്സൺസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് വിശദമായിട്ട് നോക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് രണ്ടെണ്ണം കൂടി നോക്കാനുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഇതായിരുന്നു ആദ്യം നമ്മൾ കണ്ട ഇക്വേഷൻ. ഇതാണ് ബേസിക്കലി വേണ്ടത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അധികം ക്വസ്റ്റ്യൻ ഇതിനേ വരുള്ളൂ. ഇത് അടുത്തത് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഇവിടെ നമ്മൾ മീനും മോഡും മീഡിയനൊക്കെ ആണ് കാണുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ക്വാർട്ടൈല് അല്ലേ Q3 Q1 ഒക്കെയാണ് കാണുന്നത്. ഓക്കെ, ഇത് Q1 ആണേ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ബൗളീസ്. അപ്പോൾ നമ്മൾ ക്വാർട്ടൈൽസ് വെച്ചിട്ടാണ് സ്ക്യൂനെസ് കാണുന്നത്. ഓക്കെ, മീനും മീഡിയനും മോഡും അല്ല, ക്വാർട്ടൈൽസ് വെച്ചിട്ട്. ഇനി അടുത്തത് കെല്ലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പോൾ അതിൽ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ സ്ക്യൂനെസ്, അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ പേഴ്സൻറ്റൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്താണോ ഈ മീഡിയൻ, അതേപോലെ നമ്മൾ Q1 എന്നൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ക്വാർട്ടൈൽസ്. ഇതേപോലെ മറ്റ് ഒരു ഈ മീഡിയൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞ പോലെ മറ്റൊരു പൊസിഷണൽ വാല്യൂ ആണ് ഈ പേഴ്സൻറ്റൈൽസ്. ഇതിനെ 100നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. നമ്മൾ മീഡിയനെ നമ്മൾ 2 കൊണ്ടായിരുന്നു ഡിവൈഡ് ചെയ്ത്, ക്വാർട്ടൈലിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. പേഴ്സൻറ്റൈൽസ് വിൽ ബി ഡിവൈഡ് ബൈ 100നെ കൊണ്ടാണ് പേഴ്സൻറ്റൈൽസിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് കാണാൻ നമ്മളെ ഈ ഒരു സിലബസിൽ അതിൻ്റെ സ്കോപ്പ് ഇല്ല, നമുക്ക് കാണേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി ഈ രണ്ട് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അധികം എന്താണ് ഇതിന്ന് പ്രോബ്ലം വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇക്വേഷൻ നന്നായിട്ടൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഇൻ കേസ് പ്രോബ്ലത്തിൽ P90 എന്ന് പറഞ്ഞിട്ടും P10 എന്ന് പറഞ്ഞിട്ടും മീഡിയം എന്ന് പറഞ്ഞിട്ടും എന്താണ് ഐറ്റം തന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാൻ പറഞ്ഞാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് P90 എന്ന് പറഞ്ഞൊരു സംഖ്യ ഇവിടെ എഴുതുക. അത് തരും നിങ്ങൾക്ക്. എന്താണ് P90 എന്ന് പറഞ്ഞിട്ടൊരു പെർട്ടിക്കുലർ സംഖ്യ തരും. P10 എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ സംഖ്യ തരും. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇത് ഡെസൈൽസ് ആണ്. D9 D1 എന്നൊക്കെ പറഞ്ഞാൽ ഡെസൈൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു മീഡിയനെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും, ക്വാർട്ടൈലിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ പറഞ്ഞ പേഴ്സൻറ്റൈൽസിനെ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഡെസൈലിനെ D9 D1 എന്നൊക്കെ പറഞ്ഞാൽ ഡെസൈൽസ് ആണ്, അതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതും ഇൻ കേസ് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ തന്നിരിക്കുന്ന ഫിഗേഴ്സ് നമ്പേഴ്സ് അസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക നിങ്ങൾ. ഓക്കെ, ഇക്വേഷൻ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കുക. അതിൻ്റെ കണക്കുകളൊന്നും കാര്യമായിട്ട് സിലബസിൽ വരുന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാനുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈക്വൽ ടു μ3. ഈ സൈൻ്റെ പേര് മ്യൂ എന്നാണ്. ഇറ്റ് മീൻസ് പോപ്പുലേഷൻ മീൻ ആണ്. ഇത് ഗ്രീക്ക് ലെറ്റർ മ്യൂ എന്ന് പറഞ്ഞ ലെറ്റർ ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ മീൻ എന്നാണ്. അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. μ3 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് μ2 ക്യൂബ്. μ2 ക്യൂബിൻ്റെ റൂട്ട് കാണാം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ μ3 കിട്ടണമെങ്കിൽ അപ്പോൾ r മീൻസ് ഇപ്പോൾ μ2 μ4 μ5 എന്ത് നമ്പർ കിട്ടണമെങ്കിൽ μ3 ആണെങ്കിൽ ഇവിടെ സിഗ്മ x മൈനസ് മീൻ ഓഫ് x റേസ് ടു r. ഇപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ μ3 ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കേസ് ഓഫ് μ3 ആണെങ്കിൽ it will be equal to sigma x minus mean of x raised to 3 divided by n വരും. ഓക്കെ, ഇൻ കേസ് ഓഫ് μ2 ആണെങ്കിൽ സിഗ്മ x മൈനസ് മീൻ ഓഫ് x raised to 2, അതായത് ഇവിടെ raised to 2 വരും. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അതിപ്പോൾ ഫ്രീക്വൻസി സീരീസ് ആണെങ്കിൽ ഇങ്ങനെ വരും. സിഗ്മേൻ്റെ കൂടെ എന്ത് വരും? സിഗ്മ എഫ് വരും. ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ, ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ എഴുതി വെക്കുക. ഇതല്ല, ഇതുവരെയുള്ളത് എഴുതി വെക്കുക. ഈ പോർഷൻ വരെയുള്ള നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കണക്കിലേക്ക് കടക്കാം. ഇവിടെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 സെൻട്രൽ മൊമെന്റ്സ്. അപ്പോൾ ഫസ്റ്റ് 3 സെൻട്രൽ മൊമെന്റ്സ് മീൻസ്
ഇവിടെ ദേ ആർ ആസ്കിങ് യു ടു കാൽക്കുലേറ്റ് ഫസ്റ്റ് 3 സെൻട്രൽ മൊമെന്റ്സ് ആണ്. ആസ്കിങ് ടു കാൽക്കുലേറ്റ് μ1, μ2 ആൻഡ് μ3 സെൻട്രൽ മൊമെന്റ്സ്. ഓക്കെ, ഫസ്റ്റ് 3 സെൻട്രൽ മൊമെന്റ്സ് അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ടോപ്പിക് ഹെഡിങ് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ്. അപ്പോൾ സെൻട്രൽ മൊമെന്റ്സ് ബേസ്ഡ് ഓൺ സെൻട്രൽ മൊമെന്റ്സ് അതാണ് എന്ത്? പോപ്പുലേഷൻ മീൻ ആണ്. ഓക്കെ, ആൻഡ് അപ്ലൈ ബീറ്റ മെഷർ. ഇത് നോക്കണം നിങ്ങൾ, മെഷർ ഓഫ് സ്ക്യൂനെസ് നോക്കിയാൽ മതി. മെഷർ ഓഫ് സ്ക്യൂനെസ് അതായത് അതിൻ്റെ കോഎഫിഷ്യന്റ് കാണാനാണ് ചോദിക്കുന്നത്. ആൻഡ് കമൻറ്റ് വെദർ ഇഫ് സ്ക്യൂനെസ് ഈസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സിമെട്രിക്കൽ, അതാണോ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല കണക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഇതാണ് നമ്മളെ സീരീസ്. ഓക്കെ, സീരീസ് ഇതാണ് 2 to 10. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ എക്സ് എന്ന് എഴുതുക, എന്നിട്ട് ഇവിടെ എഴുതുക 2, 6, 8, 2, 6, 8, 4, 10. അതിനുശേഷം ഇതിൻ്റെ മീൻ കാണുക. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? സിഗ്മ എക്സ് ഈക്വൽ ടു 30. സിഗ്മ എക്സ് ഈക്വൽ ടു 30. ദെൻ മീൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. എത്ര ഇവിടെ എൻ? 1, 2, 3, 4, 5. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 5, 6. സോ മീൻ ഈസ് 6. അടുത്ത കോളം നിങ്ങൾ കോളം വരയ്ക്കുക. നെക്സ്റ്റ് കോളം വിൽ ബി എക്സ് മൈനസ് മീൻ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എത്ര വരും അവിടെ? ബേസിക്കലി എമൗണ്ട് എത്ര വരും? എക്സ് മീൻ ഓഫ് എക്സ് എത്രയാണ്? ഈക്വൽ ടു 6 ആണ്. ഓക്കെ, 2 - 6 എത്രയാണ്? -4. 6 - 6 0. 8 - 6 2. 4 - 6 -2. 10 - 6 4. ഇതിൻ്റെ ടോട്ടൽ കാണുക. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? -2 വരും. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 2 വരും. 2 - 2 കൂടി വരുമ്പോൾ എന്ത് വരും? ഇവിടെ 0 വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, സിഗ്മ എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് ഈക്വൽ ടു 0 എഴുതി വെക്കുക. അവിടെ താഴെയായിട്ട് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നിങ്ങൾ എക്സ് -0x സ്ക്വയർ എടുത്ത് ഇവിടെ എഴുതുക. അതായത് ഇതിൻ്റെ സ്ക്വയർ എത്ര വരും? ഈ കോളത്തിലുള്ള ഓരോന്നിനും സ്ക്വയർ എടുത്ത് എഴുതുക. 16, 0, 4, 4, 16. ഇതിൻ്റെ ടോട്ടൽ എടുത്ത് താഴെ എഴുതുക. എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 20 + 20 40. ഇത് നിങ്ങൾ താഴെ എടുത്ത് എഴുതി വെക്കുക. സിഗ്മ എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 40. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്താ കാണണം? μ1 കാണണം, μ2 കാണണം, μ3 കാണണം. ഓക്കെ, എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് ക്യൂബ്. ഓക്കെ, ഇതിൻ്റെ ക്യൂബ് കാണുക. എങ്ങനെ ക്യൂബ് കാണുക? -4ൻ്റെ ക്യൂബ് എങ്ങനെ കാണും? ഇൻറ്റു ഈക്വൽ ടു സ്ക്വയർ, ഒന്നും കൂടി ഈക്വൽ ടു ക്യൂബ്. എത്ര വരുന്നത്? -64. -64. അതേപോലെ 0ൻ്റെ ക്യൂബ് 0 തന്നെ. 2ൻ്റെ ക്യൂബ് 8. -2ൻ്റെ ക്യൂബ് -8. 4ൻ്റെ ക്യൂബ് 64. ഇതും ടോട്ടൽ ചെയ്യുക. ഇത് ഇവിടെ എന്താ വരുന്നത്? ടോട്ടൽ ചെയ്യുമ്പോൾ 0 വരുന്നത്. -64 ഉണ്ട്, +64 ഉണ്ട്, അത് 0 ആവും. 8ഉം -8ഉം എന്നാണ്, അതും 0 ആവും. അപ്പോൾ ഇതും 0 എന്ന് എഴുതുക. ഇവിടെ താഴെ നിങ്ങൾ എഴുതുക സിഗ്മ എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് ക്യൂബ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇത്രയും ഡാറ്റാസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഇത്രയും ഡാറ്റാസ് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് എന്താണ്? ഇത് കാണണം. ഓക്കെ, അപ്പോൾ അതങ്ങനെ കാണും. നമ്മൾ ഇവിടെ എഴുതുക μ1 ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് എത്ര അവിടെ എഴുതിയിരിക്കുന്നത്? 0 ആണ്. 0 ഡിവൈഡ് ബൈ 5 വിൽ ബി ഈക്വൽ ടു 0.
അപ്പോൾ μ1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് μ2 സിഗ്മ എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് റേസ് ടു 2 ഡിവൈഡ് ബൈ n. എത്രയാണിത്? 40 ഡിവൈഡ് ബൈ n. 40 ഡിവൈഡ് ബൈ 5 which is equal to μ2 is equal to 8. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇതിന് താഴെയായിട്ട് നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് എഴുതുക. ഞാൻ ഒരു തൽക്കാലം ഈ സൈഡിൽ തന്നെ എഴുതാം. ഇതിന് താഴെ എഴുതേണ്ടതാണ്, ഞാൻ ഈ സൈഡിലേക്ക് എഴുതാണ്. ഓക്കെ, ഇനി അടുത്തത് μ3 ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് റേസ് ടു 3 അല്ലെങ്കിൽ എന്താണ് ക്യൂബ് ഡിവൈഡ് ബൈ n. ഇത് എത്ര അവിടെ വരുന്നത്? 0 അല്ലേ? ഇത് 0 ആണ്. ഡിവൈഡ് ബൈ 5. സോ μ3 ഈക്വൽ ടു 0. ഇത് 3 നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഓൾസോ മെഷർ ദി എന്താണ് അപ്ലൈ ദി ബീറ്റ മെഷർ ഓഫ് സ്ക്യൂനസ്. ഈ സ്ക്യൂനസിന്റെ മെഷർ കാണാനാണ് പറഞ്ഞത്, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ശ്രദ്ധിക്കുക, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് ബേസ്ഡ് ഓൺ സെൻട്രൽ മൊമെന്റ്സ് എന്താണ്? ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ? μ3 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് μ2 ക്യൂബ്. μ2ൻ്റെ ക്യൂബ് കാണുക. ഇപ്പോൾ μ3യിൽ നിന്ന് ഈ μ2ൻ്റെ ക്യൂബ് കാണുക, അതിൻ്റെ റൂട്ട് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് നമ്മൾ ഡിവൈഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ്. ഓക്കെ, നമുക്ക് എത്ര μ3 ഇവിടെ ഉള്ളത്? നമ്മുടെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് 0 ആവുന്നത്. ഓക്കെ, താഴെ എന്ത് വരും? താഴെ μ2 കിട്ടിയിരിക്കുന്നത് 8 ആണ്, 8 ക്യൂബ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്താലും എന്താണ്? മേലെ 0 ഉള്ളത് കൊണ്ട് 0നെ കൊണ്ട് എന്ത് ഡിവൈഡ് ചെയ്താൽ എന്തേ വരുള്ളൂ? ഇറ്റ് വിൽ ബി 0. സോ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് വിൽ ബി 0. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻ ആണ്, എത്ര ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന്. ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, അല്ലെങ്കിൽ ഇതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഓക്കെ, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആവണമെങ്കിൽ ഇറ്റ് കുഡ് ബി എ പോസിറ്റീവ് ഫിഗർ. ഒരു പോസിറ്റീവ് ഫിഗർ ആവണം. പോസിറ്റീവ് 1ഓ 2ഓ 3ഓ സാധാരണ ഒരു പോസിറ്റീവ് ഫിഗർ ആയിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതൊരു നെഗറ്റീവ് ഫിഗർ ആയിരിക്കണം. -1ഓ -2ഓ -3ഓ അങ്ങനെ ഏതെങ്കിലും. ഇനി സിമെട്രിക് ആവണമെങ്കിൽ, സിമെട്രിക് ആവണമെങ്കിൽ 0 ആവണം. ഇതാണ് ഇതിൻ്റെ റൂള്. അപ്പോൾ ഇവിടെ ഏത് തരം ഡിസ്ട്രിബ്യൂഷനാണ് ഇത്? ഏത് തരം ഡിസ്ട്രിബ്യൂഷനാണ്? ഇതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണല്ലേ? അപ്പോൾ നിങ്ങൾ താഴെ എഴുതുക, സിൻസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് ഈസ് ഈക്വൽ ടു 0, ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്. ഓക്കെ.